പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പാലക്കാട് കോട്ട തന്നെയായിരിക്കും. നഗരമധ്യത്തിൽ തലയുയർത്തി നിൽക്കുന്ന കോട്ട പാലക്കാട് എത്തുന്നവർ സന്ദർശിക്കാതിരിക്കില്ല. പാലക്കാട് ടൗണിലെത്തുന്നവർക്ക് സന്ദർശിക്കാൻ അല്പം വ്യത്യസ്തമായ മറ്റൊരു സ്ഥലം സജസ്റ്റ് ചെയ്യാം. കോട്ട മാത്രം കണ്ടാൽ പോരല്ലോ, ഇത് വളരെ വ്യത്യസ്തമായ മറ്റൊരു സ്ഥലം. സ്വന്തമായി വാഹനമില്ലെങ്കിൽ പോലും ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് പോയി വരാവുന്ന ഒരു സ്ഥലമാണിത്. സ്ഥലം കണ്ടുവരാമെന്നല്ല പറയേണ്ടത്, ഒരു വ്യത്യസ്തമായ വിഭവം കഴിച്ചു വരാമെന്നാണ്. അതെ, പാലക്കാട്ടെ പ്രശസ്തമായ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാനാണ് ഈ യാത്ര. രാമശ്ശേരി ഇഡ്ഡലിയുടെ രുചി അറിയും മുമ്പ് സിദിസ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നോട്ടിഫിക്കേഷനുകൾക്കായി ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യണം. എക്സ്ക്ലൂസീവ് യാത്രാ വിവരങ്ങൾക്കായി ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ മെമ്പർഷിപ്പ് എടുക്കാം. പാലക്കാട്ടെ ഗ്രാമീണ കാഴ്ചകളും കണ്ട് ബസ്സിലാണ് യാത്ര പോയത്. പാലക്കാട് ടൗൺ സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടും. പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലോടുന്ന ഏത് ബസ്സിലും കയറാം. ഏകദേശം 12 കിലോമീറ്റർ പോയാൽ കുന്നാച്ചി എന്ന സ്ഥലം എത്തും. അവിടെ ഇറങ്ങി ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇഡ്ഡലിക്കടയിലെത്താം. രാമശ്ശേരി ഇഡ്ഡലിക്കട എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായി എത്തിക്കും. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കാണും. രാമശ്ശേരി മന്നത്ത് ഭഗവതി ക്ഷേത്രത്തിന് നേരെ മുന്നിലായി റോഡരികെ ഒരു ഓടിട്ട സാധാരണ ഹോട്ടൽ. രാമശ്ശേരി ഇഡ്ഡലിയെ പ്രശസ്തമാക്കിയത് ഈ കടയാണ്. ശ്രീ സരസ്വതി ടീ സ്റ്റാൾ എന്നാണ് ഹോട്ടലിന്റെ പേര്. രാമശ്ശേരി ഇഡ്ഡലിക്കട എന്ന പേരിലാണ് പ്രശസ്തം. കൈ കഴുകി ഇരുന്ന പാടെ 3 സെറ്റ് ഇഡ്ഡലിക്ക് ഓർഡർ ചെയ്തു. ഞങ്ങൾ 2 പേരുണ്ട്. ഒരു സെറ്റിൽ 2 എണ്ണം വീതമാണ് ഇഡ്ഡലി കിട്ടുക. ഓരോരുത്തർക്കും അപ്പോൾ 3 എണ്ണം വീതം കഴിക്കാം. ഒരു സെറ്റിന് 30 രൂപയാണ് വില. ഇഡ്ഡലിക്കൊപ്പം സാമ്പാറും തേങ്ങാ ചമ്മന്തിയും ഉള്ളിച്ചമ്മന്തിയും പിന്നെ ചമ്മന്തിപ്പൊടിയും. നമ്മുടെ സാധാരണ ഇഡ്ഡലിയിൽ നിന്ന് വ്യത്യസ്തമാണ് രാമശ്ശേരി ഇഡ്ഡലി. ഒരു തട്ട് ദോശയുടെ വലുപ്പം കാണും. സാധാരണ ഇഡ്ഡലിയേക്കാൾ നല്ല സോഫ്റ്റാണ്. രുചി ഏറെക്കുറെ നമ്മുടെ ഇഡ്ഡലിയുടേത് തന്നെ. അതിൽ വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. ഇനി അന്നത്തെ പ്രത്യേകതയാണോ എന്നറിയില്ല, സാമ്പാറും ചമ്മന്തികളും പൊടിയുമെല്ലാം നല്ല എരിവായിരുന്നു. ഇവയൊക്കെ നമുക്ക് ആവശ്യത്തിന് എടുത്ത് കഴിക്കാം. ചമ്മന്തിപ്പൊടിയിൽ ചേർക്കാനുള്ള വെളിച്ചെണ്ണയും മേശപ്പുറത്ത് തന്നെയുണ്ട്. 3 ഇഡ്ഡലി തിന്നപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. ഇഡ്ഡലി കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് ഉണ്ടാക്കുന്നത് കാണാനുള്ള അനുവാദം ചോദിച്ച് അടുക്കളയിലേക്ക് കയറി. പൊന്നി അരിയാണ് ഇഡ്ഡലി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഉഴുന്നുപരിപ്പും ഉലുവയും ചേർത്ത് അരച്ചെടുക്കുന്ന മാവ് പിറ്റേ ദിവസം രാവിലെ ഉപയോഗിക്കും. പാത്രത്തിന് മുകളിൽ തലങ്ങനെയും വിലങ്ങനെയും നൂല് വയ്ക്കും. അതിനു മുകളിൽ തുണി വിരിച്ച് അതിലാണ് മാവ് പരത്തി ഒഴിക്കുക. അതിനു മുകളിൽ അടുത്ത തട്ട് വെച്ച് അതിലും നൂലും തുണിയും വിരിച്ച് അതിനു മുകളിൽ വീണ്ടും മാവൊഴിക്കും. അങ്ങനെ 4-5 തട്ട് കഴിയുമ്പോൾ വലിയൊരു പാത്രം കൊണ്ട് മൂടും. അതാണ് അടുപ്പത്ത് വെക്കുന്നത്. മുൻപ് പുളിവിറക് ഉപയോഗിച്ച് അടുപ്പിലാണ് പാചകം ചെയ്തിരുന്നത്. ഇപ്പോഴത് ഗ്യാസ് സ്റ്റവിലേക്കായി. പണ്ട് ഒരാഴ്ച വരെ ഇഡ്ഡലി കേടുകൂടാതെ ഇരിക്കുമായിരുന്നത്രേ. ഇപ്പോഴത് 2 ദിവസം വരെ മാത്രമേ നിൽക്കൂ. അരിയുടെയും ഉഴുന്നിൻ്റെയും ഒക്കെ ഗുണമേന്മ കുറഞ്ഞതാണത്രേ കാരണം.
300 വർഷത്തോളം മുമ്പ് ചിറ്റൂരി മുത്തശ്ശി എന്ന സ്ത്രീയാണ് രാമശ്ശേരി ഇഡ്ഡലി ആദ്യമായി തയ്യാറാക്കിയതെന്നാണ് പറയുന്നത്. ഇഡ്ഡലി ഉണ്ടാക്കുന്നവർ അധികവും മുതലിയാർ സമുദായക്കാരായിരുന്നു. ഇപ്പോൾ പ്രദേശത്തെ ധാരാളം പേർ രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഭാഗ്യലക്ഷ്മി അമ്മ നടത്തുന്ന ശ്രീ സരസ്വതി ടീ സ്റ്റാളാണ് രാമശ്ശേരി ഇഡ്ഡലി തേടിയെത്തുന്നവരുടെ ഇഷ്ടകേന്ദ്രം. ചെറിയൊരു ഹോട്ടലാണ് ശ്രീ സരസ്വതി ടീ സ്റ്റാൾ. ഏകദേശം 25 പേർക്ക് ഒരേ സമയം ഇരിക്കാം. രാവിലെ 6 മുതൽ വൈകിട്ട് 7 വരെ ഇവിടെ ഇഡ്ഡലി കിട്ടും. 1500ഓളം ഇഡ്ഡലികളാണ് ഒരു ദിവസം ഉണ്ടാക്കുക. രാമശ്ശേരി ഇഡ്ഡലിക്ക് പുറമെ ഉഴുന്നുവട, പരിപ്പുവട, പഴംപൊരി, വാഴയ്ക്ക ബജ്ജി, ചായ, കാപ്പി എന്നിവയെല്ലാം ഇവിടെ കിട്ടും. സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിയുടെ പാക്കറ്റ് വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം. പ്രാദേശികമായി മാത്രം അറിയപ്പെട്ടിരുന്ന ഒരു ഭക്ഷണ വിഭവം ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെട്ടു എന്നതാണ് രാമശ്ശേരി ഇഡ്ഡലിയുടെ പ്രത്യേകത. ഇന്ന് കേരളത്തിലെ പല നഗരങ്ങളിലും പ്രധാന ചടങ്ങുകളിലുമെല്ലാം രാമശ്ശേരിക്കാർ ഇഡ്ഡലിയുമായി എത്തുന്നുണ്ട്. അപ്പോൾ പാലക്കാട് നഗരത്തിൽ വെറുതെ ഇരിക്കുന്ന ഒരു ദിവസം രാമശ്ശേരിയിൽ പോയി 2 ഇഡ്ഡലി കഴിച്ചു വരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. വ്യത്യസ്ത യാത്രാ വിവരങ്ങൾക്കും യാത്രാ വീഡിയോകൾക്കുമായി ചാനൽ മെമ്പർഷിപ്പ് എടുക്കാം. നന്ദി.